അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രക്ഷുബ്ധമായിരുന്ന അറേബ്യ ഇന്ന് പ്രശാന്തമാണ്. അറേബ്യയ്ക്കെന്നൊരു പുതിയ ഭരണാധികാരിയുണ്ട്. സൗന്ദര്യത്തിൻ്റെ നൂറുമേനി അഴകാണ് ആ സൗന്ദര്യം. വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാകും. അതൊരു സംസ്കാരമായി മദീനയിൽ ഒഴുകി പരന്നുകൊണ്ടിരുന്നു. മക്ക മടിച്ചു നിന്ന സമയത്ത് രണ്ടു കൈകളും നീട്ടി ആവേശപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു മദീന. അതിൻ്റെ കുളിരനുഭവിക്കുകയാണ് ഇന്ന് മദീന. രണ്ടുപേർ അതാ ആ തെരുവിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ മദീനയുടെ വാനമ്പാടി ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റേയാൾ റിഫഈ ഗോത്രത്തിലെ സമുന്നതൻ അബൂദർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും തർക്കം ഒരൽപ്പം അതിരി വിട്ടുപോയി. അബൂദർ റിഫയുടെ ഒരു വാക്ക് ഉള്ളിൽ നിന്നും തിക്കി നാവിലൂടെ എടുത്തു ചാടി. അത് കൈവിട്ടു പോയി. കറുത്തവളുടെ പുത്ര, ആ വാക്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുത്ത മനുഷ്യൻ ചാട്ടുളിയേറ്റ പോലെ പിടഞ്ഞു. ബിലാൽ തങ്ങൾ ആദ്യമായി കേൾക്കുന്ന തെറിയല്ല ഇത്. ജീവിതത്തിന്റെ സിംഹഭാഗവും ഈ വാക്ക് കേട്ടാണ് ബിലാൽ തങ്ങൾ വളർന്നത്. പിന്നെ എന്തേ ബിലാൽ തങ്ങൾക്ക് നൊന്തത്? ബിലാൽ തങ്ങൾ ഉടനെ തിരിഞ്ഞു നടന്നു. മദീന പള്ളി ലക്ഷ്യം വെച്ച് ആഞ്ഞു നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കിതച്ചു നിന്നു അബൂദർ. ബിലാൽ തങ്ങൾ പോകുന്നത് സംസ്കാരത്തിന്റെ രാജഗുരുവായ മുത്തുനബിയുടെ സമീപത്തേക്കാണ്. ബിലാൽ തങ്ങളുടെ പിന്നാലെ അതേ വഴിയിലൂടെ അബൂദർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ബിലാൽ തങ്ങൾ മുത്തുനബിയുടെ സമീപത്തേക്ക് നീങ്ങി വിനയത്തോടെ തന്റെ സങ്കടം ബോധിപ്പിച്ചു. യാ റസൂലല്ലാഹ്, എന്നെ അബൂദർ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു നബിയെ. തിരുദൂതരുടെ മുഖഭാവം മാറി. മുത്തുനബിയുടെ മുഖത്ത് നോക്കാനാവാതെ അബൂദർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി. യാ അബൂദർ, ജാഹിലിയ കാലത്തിന്റെ അധമബോധം ഇനിയുമുണ്ടോ ആ മനസ്സിൽ? മുത്തുനബിയുടെ ശബ്ദം അബൂദർ റളിയല്ലാഹുവിന്റെ ചെവിയിൽ ഇടിനാദമായി പെയ്തു. മനസ്സ് വിങ്ങിപ്പൊട്ടി. മുഖത്തെ രക്തയോട്ടം നിലച്ചു. ഒന്നും മുറിയാടാതെ അബൂദർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നടന്നു. പിന്നാലെയായി ബിലാൽ തങ്ങളും വരുന്നുണ്ട്. ബിലാൽ തങ്ങളോട് പ്രതിക്രിയ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ആ വഴിക്ക് കുറുകയായി അബൂദർ റളിയല്ലാഹു അൻഹു മണ്ണിൽ കവിളി ചേർത്ത് കിടന്നു. ആ വഴി മുറിച്ചു കിടക്കാനാവാതെ ബിലാൽ തങ്ങൾ ആ വഴിയിൽ നിന്നു. ആശങ്കയോടെ ചോദിച്ചു, എന്താണിത് അബൂദർ? അതിൻ്റെ മറുപടി ഒരു കരച്ചിലായിരുന്നു. ബിലാലേ, പ്രിയപ്പെട്ട ബിലാലേ, താങ്കളുടെ കറുത്ത കാലുകൊണ്ട് ഈ വെളുത്ത കവിളിൽ ചവിട്ടു ബിലാൽ. ഷോ, എന്താണിത് അബൂദർ? ഇല്ല, താങ്കൾ എൻ്റെ കവിളിൽ ചവിട്ടിയിട്ടല്ലാതെ ഞാനിവിടെ നിന്നും എഴുന്നേൽക്കില്ല. എൻ്റെ ഉള്ളിലെ ആത്മബോധം നശിക്കട്ടെ. ബിലാൽ തങ്ങളുടെ കണ്ണുകളിൽ നിന്നും ചുടുബാഷ്പം അണ്ണ പൊട്ടി. കുനിഞ്ഞു നിന്ന് ആ വെളുത്ത കവിളിൽ ബിലാൽ തങ്ങൾ അമർത്തി ചുംബിച്ചു. പ്രിയപ്പെട്ട അബൂദർ, ഈ കവിള എനിക്ക് ചവിട്ടാനുള്ളതല്ല, മുത്തം വെക്കാനുള്ളതാണ്. ആ രണ്ട് സുഹൃത്തുക്കളും ഗാഢമായി ആശ്ലേഷിച്ചു. രണ്ടുപേരുടെയും കൺകളിൽ നിന്നും ഉതിർന്നു വീണ ചുടുബാഷ്പത്തിൻ്റെ ഉപ്പ് അലിഞ്ഞ് ഒന്നായി ചേർന്നു. അതെ, മുത്തുനബി പഠിപ്പിച്ചു തന്ന സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയും പ്രധാനങ്ങളുമാണ് നമ്മളിവിടെ കണ്ടത്. സുഹൃത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും പറയാതിരിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഈ കഥയുടെ പാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്താനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.